NIOSന്റെ ചാപ്റ്റർ 32 റേഷ്യോസിനെ കുറിച്ചാണ്. നമ്മൾ റേഷ്യോ അനാലിസിസ് എന്താണെന്നാണ് ഈ അധ്യായത്തിൽ നോക്കുന്നത്. റേഷ്യോയുടെ മീനിങ് ആണ് ആദ്യം നോക്കുന്നത്. അക്കൗണ്ടിംഗ് റേഷ്യോ. എ റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. ലെറ്റ് us repeat it. A ratio is a mathematical relationship between two figures. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് റേഷ്യോ. എ റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് റേഷ്യോ എപ്പോഴും പറയാം. എ റേഷ്യോ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ത്രീ തിങ്സ്: ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി. സാമ്പത്തിക നില, ലാഭം, കാര്യക്ഷമത. ഈ മൂന്ന് കാര്യങ്ങൾ അറിയാനാണ് റേഷ്യോയുടെ പ്രയോജനം. ഒരു കമ്പനിയുടെ പ്രോഫിറ്റും സെയിൽസും അറിയാമെങ്കിൽ ആ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമുക്ക് കാണാൻ സാധിക്കും. പ്രോഫിറ്റ് റേഷ്യോ കാണാനായിട്ട് ഇവിടെ 15,000 ആണ് പ്രോഫിറ്റ്, സെയിൽസ് 1 lakh ആണ്. 1 ലക്ഷം കച്ചവടം നടക്കുമ്പോൾ 15,000 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എങ്ങനെയാണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അതായത് 15,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15% എന്ന് കിട്ടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആകെ നടക്കുന്ന കച്ചവടത്തിന് 15% ലാഭമായി നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രോഫിറ്റബിലിറ്റി അറിയാനായിട്ട് ഈ 15% എന്ന ഒരു സംഖ്യ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കൂ, റേഷ്യോയുടെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയാം. റേഷ്യോ ഹെൽപ്സ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിൽ നമുക്ക് റേഷ്യോ പ്രയോജനപ്പെടുന്നു. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനാണ്. സാമ്പത്തിക പ്രകടനം നല്ലതാണോ അല്ലയോ. 2, സിംപ്ലിഫൈസ് ലാർജ് ഡാറ്റ. കുറേ വലിയതായിട്ട് നീട്ടി വിസ്തരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ലളിതമായി പറയാൻ റേഷ്യോ ഉപകരിക്കും. 3, മെഷേഴ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. നമ്മുടെ കമ്പനിയുടെ കാര്യക്ഷമതയും പ്രകടന നിലവാരവും അറിയാൻ സാധിക്കുന്നു. 4, ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ്. ഭാവിയിൽ ഈ കണക്കിന് പോയാൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, ലാഭക്ഷമത ഇത്രയാണ്, അടുത്ത വർഷങ്ങളിൽ അപ്പോൾ എത്രയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ. ഐഡൻറ്റിഫൈസ് വീക്ക് ഏരിയാസ്. എവിടെയൊക്കെയാണ് നമുക്ക് പോരായ്മയുള്ളത് അത് തിരിച്ചറിഞ്ഞ് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നു. വേണ്ട കറക്റ്റീവ് മെഷർമെൻ്റ് എടുക്കാൻ സാധിക്കുന്നു. യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ. ഇൻ്റർഫേം കമ്പാരിസനും അതുപോലെ തന്നെ ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ആരാണ് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം, നമ്മളാണോ അവരാണോ? അതാണ് ഇൻ്റർഫേം കമ്പാരിസൺ. അത് തന്നെ സാധിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രകടനം ഈ വർഷത്തെ നമ്മുടെ പ്രകടനവും തന്നെ നമ്മുടെ കമ്പനിക്കുള്ളിൽ തന്നെ ഇൻട്രാഫേം കമ്പാരിസൺ, അതിനും റേഷ്യോകൾ കണ്ടുപിടിക്കുന്നത് സഹായകരമാണ്. പലതരം റേഷ്യോകൾ ഉണ്ടെന്ന് പറഞ്ഞു. പ്രധാനമായും 4 റേഷ്യോകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ്രവത്വ റേഷ്യോയാണ്. ലിക്വിഡ് ദ്രാവകമാണ്. ദ്രാവകത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ചില ആസ്തികളുണ്ട്. പണം, പണ തുല്യ ആസ്തികളായിട്ടുള്ള വസ്തുക്കൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതൊക്കെ ലിക്വിഡ് അസറ്റ്സ് ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവയൊക്കെ ഏത് പാത്രത്തിൽ ഒഴിച്ചാലും ആ ആകൃതി സ്വീകരിക്കുന്ന ദ്രാവകത്തെ പോലെയുള്ളവയാണ്. അതായത് ക്യാഷിനെ പെട്ടെന്ന് ഈസി ആയിട്ട് അതിൻ്റെ ഫോം കൺവേർട്ട് ചെയ്തിട്ട് വേറൊരു അസറ്റായിട്ട് മാറ്റാൻ എളുപ്പമാണ്. കാരണം ക്യാഷ് കൊടുത്ത് അതങ്ങ് വാങ്ങിയാൽ മതി. ക്യാഷ് മറ്റൊരു അസറ്റിൻ്റെ രൂപത്തിലേക്ക് എളുപ്പത്തിൽ മാറും. അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ ക്യാഷ് ഇൻ ഹാൻഡ് പോലെ തന്നെ മറ്റൊന്നാണ് ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, അതുപോലെ തന്നെ അതൊക്കെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ലിക്വിഡ് അസറ്റുകൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ ആ ലിക്വിഡ് അസറ്റ് എത്രമാത്രമുണ്ട്? അമിതമായി ലിക്വിഡ് അസറ്റ് ഉണ്ടാകാനും പാടില്ല, എന്നാൽ ആവശ്യത്തിന് ലിക്വിഡ് അസറ്റ് ഇല്ലാതാവാനും പാടില്ല. സോ ലിക്വിഡിറ്റി റേഷ്യോ പ്രധാനമാണ്. ആക്ടിവിറ്റി റേഷ്യോ കമ്പനിയുടെ കാര്യക്ഷമതയും എഫിഷ്യൻസിയും, എത്രമാത്രം ശക്തമായ സെയിൽസ് നടക്കുന്നുണ്ട്, എത്രമാത്രം ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പണം ഫാസ്റ്റായിട്ട് പിരിച്ചെടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ട്, എത്രമാത്രം ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, തുടങ്ങിയവയൊക്കെ അറിയാനായിട്ട് നമുക്ക് ആക്ടിവിറ്റി റേഷ്യോ നമുക്ക് സഹായിക്കും. അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ ആണ് അടുത്തായിട്ടുള്ളത്. സോൾവൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളെ വീട്ടിൽ തീർക്കാനുള്ള നമ്മുടെ എബിലിറ്റിയാണ്. അത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് സോൾവൻസി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ തുടങ്ങിയവയൊക്കെ അറിയാൻ സാധിക്കും. ഇനി ലിക്വിഡിറ്റി റേഷ്യോ ആണ് നമ്മൾ ആദ്യത്തെ റേഷ്യോ എന്ന് പറഞ്ഞല്ലോ. അത് 2 തരമുണ്ട്. കറൻറ്റ് റേഷ്യോയുമുണ്ട്, അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോയുമുണ്ട്. കറൻറ്റ് റേഷ്യോയുമുണ്ട്, ക്വിക്ക് റേഷ്യോയുമുണ്ട്. കറൻറ്റ് റേഷ്യോനെ നമ്മൾ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് പറയുക. ക്വിക്ക് റേഷ്യോ എന്ന് തന്നെ മറ്റു പേര് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ ആണെങ്കിൽ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് റേഷ്യോയെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കണം. ഒരു മാതൃക കറണ്ട് റേഷ്യോ എത്രയായിരിക്കണം? 2:1 ആയിരിക്കണം. ഒരു ഐഡിയൽ കറണ്ട് റേഷ്യോ എപ്പോഴും 2:1 ആയിരിക്കണം. കറണ്ട് റേഷ്യോ കാണാനുള്ള ഫോർമുല കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്.
കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഒന്ന് ഓർത്തിരിക്കണ്ടേ? തീർച്ചയായും ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അക്രൂഡ് ഇൻകം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇവിടെ അക്രൂഡ് ഇൻകം നമ്മൾ എഴുതിയിട്ടില്ല, പക്ഷേ അതുകൂടി ഉൾപ്പെടുത്തണം. കറണ്ട് അസറ്റിൻ്റെ ലിസ്റ്റ് ഒന്ന് ബൈഹേർട്ട് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് തുടങ്ങിയവയാണ് കറണ്ട് ലയബിലിറ്റീസ്. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, വേണമെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താം. ഇനി അപ്പോൾ കറണ്ട് റേഷ്യോ കാണുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. കറണ്ട് ഇയറിലെ നടപ്പ് വർഷ ആസ്തികളും നടപ്പ് വർഷ ബാധ്യതകളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു റേഷ്യോ ആണിത്. അതിൻ്റെ ഉത്തരം പറയേണ്ടത് ഇത്ര ഈസ്റ്റു ഇത്ര എന്നാണ്. ഓക്കെ, ന്യൂമറേറ്റർ ഈസ്റ്റു ഡിനോമിനേറ്റർ ആ രീതിയിൽ. ഇനി ക്വിക്ക് റേഷ്യോ എങ്ങനെയാണ് പറയുന്നത്? അതിനെ പറയുന്ന മറ്റൊരു പേര് അമ്ല പരിശോധന റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നാണ്. ക്വിക്ക് റേഷ്യോ കാണാനായിട്ട് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ക്വിക്ക് അസറ്റ് കാണണ്ടേ? വേണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് നേരിട്ട് തന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ലിസ്റ്റ് നമുക്കറിയാമല്ലോ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതിൽ 2 ഐറ്റം കൂടെ ഒഴിവാക്കുക. ഏതൊക്കെയാണ് 2 ഐറ്റം? ഒന്ന് ഓർത്തിരിക്കണേ, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നിവയാണ്. കറണ്ട് അസറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഈ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരുമിച്ച് അങ്ങ് കൂട്ടിയാവും മൈനസ് ചെയ്ത് പുറത്തേക്ക് മാറ്റുക. ബാക്കിയുള്ളത് മുഴുവൻ ക്വിക്ക് അസറ്റ് ആയിരിക്കും. സോ ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നാണ്. അവിടെ ക്വിക്ക് അസറ്റ് ഏതൊക്കെയാണ്? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഐഡിയൽ ക്വിക്ക് റേഷ്യോ എപ്പോഴും 1:1 ആയിരിക്കണം എന്നതാണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോയിൽ 2 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കണക്കുകളിലൂടെയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ആക്ടിവിറ്റി റേഷ്യോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്.